ഏറ്റവും ക്രൂരത അത് അങ്ങനെ തന്നെ പറയാം. എങ്ങനെയുണ്ട്? ആനയും ആടും പോലെ ഉണ്ടല്ലോ. അതെ ഒരു അമ്മയും കുഞ്ഞും പോലെ ഉണ്ട്. ക്രിസ്പനസ് എങ്ങനെയുണ്ട്? സൂപ്പർ. അവർക്ക് എങ്ങനെ തിരിച്ചറിയാം ചേട്ടൻ പറഞ്ഞ ക്വാളിറ്റി ഒക്കെ ഇതിനുണ്ടോ ഇല്ലയോ എന്നുള്ളത്? എളുപ്പമായിട്ട് കാണിച്ചു തരാമല്ലോ. W180 എന്ന് പറയുന്നത് കിങ് ഓഫ് കാഷ്യൂ എന്ന് പറയും. ഓക്കെ ഓക്കെ. അതാണ് ഏറ്റവും മുന്തിയ ക്വാളിറ്റി എന്ന് പറയുന്നത്. അതിൽ ഇല്ല. ആ ചേട്ടാ വരും. ആ സുധീഷ് അത് നല്ല വരും. ചേട്ടാ വരും. ഇരിക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം, അങ്ങനെ പോണു. എന്താണ് സുധീഷിന്റെ വർക്ക്? നല്ലത് തന്നെ, സുഖമായിട്ട് പോണു. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വ്ളോഗ് ചെയ്തേക്കണ കണ്ടിരുന്നു, പുതിയതായിട്ട് തുടങ്ങിയത്. അതെ അതെ. ഞാനപ്പോ അതിന്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാനിപ്പോ ഒരു പ്രൊഡക്റ്റ് പുതിയതായിട്ടൊന്നും തുടങ്ങിയിട്ടുണ്ട്. ആക്ച്വലി ഞാനത് എൻ്റെ സ്വന്തം ആവശ്യത്തിന് മേടിച്ചതാണ്. മേടിച്ചിട്ട് അതിന്റെ ക്വാളിറ്റിയും അതിന്റെ ഫ്രഷ്നെസ്സും കാരണം അത് മാത്രമല്ല സുഹൃത്തുക്കളൊക്കെ അതിന് ഞാൻ അവർക്ക് കൊടുത്തിരുന്നു. അപ്പൊ അവർക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പൊ എനിക്ക് തോന്നി നമുക്കൊന്ന് ചെയ്താലും. പിന്നെ തീർച്ചയായും നോർമൽ ഒരു കാര്യം ഞാൻ അങ്ങനെ കാണിക്കാറില്ല. എന്തെങ്കിലും വ്യത്യസ്തത വേണം നമ്മുടെ ഐറ്റത്തിന്. എങ്ങനെയാണ് എന്തെങ്കിലും ഞാനിപ്പോ എന്താ പറയാ, ഞാൻ എൻ്റെ ആവശ്യത്തിന് മേടിച്ച ഒരു സാധനം അതൊരു ബിസിനസ്സിലേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അതിന്റെ ക്വാളിറ്റി എന്തായിരിക്കും? ഒന്നുമില്ലാതെ ഞാൻ അങ്ങനെ ചെയ്യൂല. അപ്പൊ എനിക്ക് തോന്നി ഇത് നല്ല സാധനം ആൾക്കാർക്ക് കിട്ടട്ടെ. ശരി ശരി. അപ്പൊ എന്താ അതിന്റെ ഐറ്റം ഞാൻ കാണിച്ചു തരാം. നമ്മളൊക്കെ പൊതുവെ ഉപയോഗിക്കുന്ന വളരെ നല്ലൊരു ഐറ്റമാണ് കാഷ്യൂനട്ടാണ്. കാഷ്യൂനട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ കാഷ്യൂനട്ട് എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. ഇത് W180 ഗ്രേഡ് എക്സ്പോർട്ട് ക്വാളിറ്റി സാധനം, പ്രീമിയം ക്വാളിറ്റി, കിങ് ഓഫ് കാഷ്യൂസ്. സത്യം പറഞ്ഞാൽ ഞാൻ എന്താ ആലോചിച്ചെന്ന് വെച്ചാൽ ഇതൊരു കാഷ്യൂനട്ട് അല്ലേ, ഇതിലെന്താണ് പ്രത്യേകത ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം എന്തെങ്കിലും വ്യത്യസ്തത ഇതിനകത്ത് വേണമല്ലോ. അങ്ങനെ ഒരു വ്യത്യസ്തത ഇതിനകത്ത് ഉണ്ടല്ലേ. അതാണ് എനിക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളത്. എന്നൊരു കാര്യം ചെയ്യാം, നമുക്ക് ഓഫീസ് റൂമിലേക്ക് പോവാം. ഓക്കെ ഓക്കെ വരും. ശരി സുധീഷേ, ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്. ശരി. ഇത് എക്സ്പോർട്ട് ക്വാളിറ്റി പ്രീമിയം കാഷ്യൂനട്ടാണ്. ഓക്കെ. ഇത് നമുക്ക് മാർക്കറ്റിൽ കിട്ടൽ വളരെ കുറവാണ്. ഇത് കൂടുതലും എക്സ്പോർട്ടിന് പോകുന്നത്. അപ്പോൾ ഇത്രയും ക്വാളിറ്റി ഉള്ള സാധനം നമ്മളുടെ ഇവിടെ ഉണ്ടാക്കിയിട്ട് നമുക്ക് കിട്ടാതെ പോവാണ്. അപ്പോൾ അത് ഞങ്ങൾ മാർക്കറ്റിലേക്ക് ഇറക്കണം. എക്സ്പോർട്ട് ക്വാളിറ്റി എന്ന് പറയുമ്പോൾ അതിന്റെ ഫ്രഷ്നെസ്സും കൂടി നമ്മൾ നോക്കണമല്ലോ. നമുക്കിപ്പോൾ കടയിൽ ഇഷ്ടംപോലെ കിട്ടാനുണ്ട് കാഷ്യൂനട്ട്, നമ്മൾ പോയി കാശ് കൊടുത്ത് മേടിക്കണം. അപ്പോൾ ഇത് എത്രത്തോളം ഫ്രഷ് ആണെന്ന് നമുക്ക് ആർക്കും അറിയില്ല. ഒരു ഭരണിയിൽ ഇരിപ്പുണ്ടാവും, അതിൽ നിന്ന് അവർ തൂക്കിയെടുത്ത് തരും. പക്ഷെ ഇതിനുള്ള ഒരു പ്രത്യേകത, ഫാക്ടറിയിൽ പ്രോസസ്സ് ചെയ്ത ദിവസം നമ്മൾ തന്നെ പോയി സൂപ്പർവൈസ് ചെയ്ത് സാധനം അവിടെ നിന്ന് എടുക്കുകയാണ്. അവിടെ വയ്ക്കാൻ പോലും അനുവദിക്കില്ല. ആ രീതിയിൽ എടുക്കുക. അപ്പൊ അത്രയും ഫ്രഷ് ആയിട്ടാണ് നമ്മുടെ കയ്യിലേക്ക്. ഒരു ഡിലേ വരുന്നില്ല, ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മുടെ കയ്യിൽ പാക്ക് ചെയ്ത് നമ്മുടെ കയ്യിൽ വരില്ല. ഇതിനിടയ്ക്ക് ഒരു ബ്രോക്കറോ ഒന്നുമില്ല. ഡയറക്റ്റ് നമ്മൾ ഫാക്ടറി ആയിട്ടുള്ള കോൺട്രാക്ട് ആണ്. അപ്പോൾ നിങ്ങൾ നേരിട്ടാണോ ഇത് കസ്റ്റമേഴ്സിന് എത്തിക്കുന്നത്? ഇത് നമ്മളിപ്പോൾ ഈ ഫാക്ടറിയിൽ നിന്ന് എടുക്കുന്നു പറഞ്ഞല്ലോ, എടുത്തു കഴിഞ്ഞാൽ ഒരു മാക്സിമം 3 to 4 days. അതിനുള്ളിൽ ഇത് പാക്ക് ചെയ്ത് അവിടെ നിന്ന് ഏതൊക്കെ കസ്റ്റമേഴ്സിന് റിക്വയർമെന്റ് വന്നിട്ടുണ്ടോ അവർക്ക് നമ്മൾ കൊറിയറായിട്ട് അയച്ചു കൊടുക്കണം. അപ്പോൾ അതൊരു മാക്സിമം ഒരു 6 days or 1 week അതിനുള്ളിൽ ആൾക്കാർക്ക് എത്തിക്കഴിഞ്ഞു. അപ്പോൾ എത്രത്തോളം ഫ്രഷ്നെസ് അതിനുണ്ടെന്നുള്ളതാണ്. അത്രയും ഫ്രഷ് ആയിട്ട്, അത്രയും ക്രിസ്പായിട്ട്, ഇത്രയും നല്ല ക്വാളിറ്റി സാധനം നമ്മൾ എത്തിച്ചു കൊടുക്കും. അതാണ് നമ്മളുടെ ഇതിലുള്ള ഏറ്റവും വലിയ സവിശേഷത. ഇത് W180 എന്ന് പറയുന്ന ഒരു ഗ്രേഡാണ്. നമ്മൾ ഈ കാഷ്യൂനട്ടിനെ തരംതിരിക്കുന്നുണ്ട് പല ഗ്രേഡുകളായിട്ട്. അപ്പോൾ ഇതിൽ W180 എന്ന് പറയുന്നത് കിങ് ഓഫ് കാഷ്യൂ എന്ന് പറയും. അതാണ് ഏറ്റവും മുന്തിയ ക്വാളിറ്റി എന്ന് പറയുന്നത്. അതിൽ ഇല്ല. പിന്നെ 240, 210, 320 അങ്ങനെയുള്ള ക്വാളിറ്റികളാണ് പിന്നെ താഴേക്ക് വരുന്നത്. അതൊക്കെയാണ് നമ്മൾ ഇവിടെ മാർക്കറ്റിൽ നിന്നൊക്കെ മേടിക്കുന്നത്, മാർക്കറ്റിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിന് പ്രൈസും കമ്പാരിറ്റീവ്ലി കുറവ് തന്നെയായിരിക്കും. പിന്നെ നമ്മൾ ഈ മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്നത് എത്രത്തോളം സുരക്ഷിതമാണെന്ന് നമുക്കറിയില്ല. അറിയാലോ, എന്ത് പ്രൊഡക്റ്റ് മേടിച്ചാലും അതിലെല്ലാം പ്രിസർവേറ്റീവ്സും കെമിക്കൽസും എല്ലാം മിക്സ് ചെയ്ത് ഇതിന് കുറെ കാലം ഇരിക്കാനും ഇതിൽ ഈ പുഴുക്കളും കാര്യങ്ങളൊന്നും വരാണ്ടിരിക്കാനൊക്കെ ആയിട്ട് പല കെമിക്കൽസും ചേർക്കുന്നതായിട്ടാണ് ഇപ്പോൾ പൊതുവെ നമ്മൾ മാർക്കറ്റിൽ നിന്ന്. അതാണ് അത്ഭുതം. നമ്മളിത് മേടിക്കുന്നത് നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഇതിപ്പോൾ ആരോഗ്യത്തിന് ഹാനികരമായിട്ട് മാറും. അതാണ് അതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. പക്ഷേ ഈ ഒരു പ്രൊഡക്റ്റ് 100% ഗ്യാരണ്ടി, ഇതിൽ ഒരു പ്രിസർവേറ്റീവ്സും ഇല്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇതിന് ലോങ് ലൈഫ് പറയുന്നില്ല. ഇത് പൊട്ടിച്ചു കഴിഞ്ഞാൽ ഒരു 4 മാസത്തിനുള്ളിലെങ്കിലും തീർക്കാൻ ശ്രമിക്കുക. പിന്നെ ഒരു വ്യക്തിയിൽ നിന്ന് നമ്മൾ എപ്പോഴും വാങ്ങിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം നമുക്ക് ആ വ്യക്തിയെ അറിയാം,
നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ വ്യക്തിയെ അറിയിക്കാം. പിന്നെ പ്രത്യേകിച്ച് ചേട്ടനെ സംബന്ധിച്ച് ക്വാളിറ്റി വളരെ അത്യാവശ്യമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് കൊടുത്ത് ഈ പറഞ്ഞ ക്വാളിറ്റി അവർക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ചേട്ടന് ഓർഡർ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം ക്വാളിറ്റി ഇനി ഉറപ്പ് വരുത്തും. തീർച്ചയായിട്ടും ഇതൊരു ദിവസം 2 ദിവസം ബിസിനസ് ചെയ്ത് ഇതിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ വേണ്ടിയിട്ടല്ല, അങ്ങനെ കുറച്ച് കാശ് ഉണ്ടാക്കാനും അല്ല. നമുക്കിതൊരു ലോങ് ടേം ആയിട്ട് ആ വ്യക്തിയുമായിട്ടുള്ള റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ ഈ ബിസിനസ് നടത്താനുള്ളത്. പിന്നെ ഒരു കാര്യമുള്ളത്, ഇത് കടയിൽ കൊടുക്കുന്നില്ല. കടകളിൽ ഇത് കിട്ടില്ല. ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ മറ്റോ ഓൺലൈൻ മീഡിയസിലോ ഒന്നുമില്ല. ഇത് നമ്മുടെ മാത്രമേ ഉള്ളൂ, ഓൺലി നമ്മുടെ മാത്രം. അത്രയും എക്സ്ക്ലൂസീവായിട്ട് അത്രയും ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ട് നമ്മൾ ചെയ്യണം ഇത്. കാരണം കടയിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ അവരിത് ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാനോ ഒന്നുമില്ല. അവർ മറ്റുള്ള ഒരുപാട് കാഷ്നട്ട്സ് വരുന്നുണ്ട്, അതിന്റെ കൂട്ടത്തിൽ വെച്ച് ഇത് അങ്ങ് വിൽക്കും. അപ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവുന്നില്ല അതും ഇതുമായിട്ട് എന്താ വ്യത്യാസമുള്ളത്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളൊരു എക്സ്ക്ലൂസീവ് ബ്രാൻഡായിട്ട് നമ്മളുടെ പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യണം. ഇത് നമ്മളുടെ സോൾട്ടി ക്രഷ് എന്ന് പറഞ്ഞിട്ട് സോൾട്ടഡ് കാഷ്യൂ ആണ്. ഇത് കൂടാതെ നമ്മുടെ കയ്യിലുള്ളതാണ് പെപ്പർ ഫ്ലേവർഡ് പെപ്പി ക്രഷ് എന്നാണ് നമ്മൾ പേരിട്ടത്. എനിക്ക് പെപ്പർ ഭയങ്കര ഇഷ്ടമാണ്. അതിലൊരു പ്രത്യേകത ഉള്ളത്, ഇത് നമ്മൾ പൊട്ടിച്ചു നോക്കിയാൽ ഇതിൽ പെപ്പർ താഴെ വീണടക്കുന്നുണ്ടാവില്ല. അതിൽ കൊടുക്കുന്ന പെപ്പർ മുഴുവനും അതിൽ തന്നെ നന്നായിട്ട് പിടിച്ചിരിക്കുന്നതായിരിക്കും. ആ ഒരു ഫീല്, അത് കഴിക്കുമ്പോൾ പെപ്പറിന്റെ ഫീല് നമുക്ക് ശരിക്കും കിട്ടും. അത്രയും ക്വാളിറ്റിയോട് കൂടിയാണ് ഇത് ചെയ്യുന്നത്. കൂടുതലും മാർക്കറ്റിൽ ആൾക്കാർക്ക് ഡിമാൻഡ് ഉള്ളതും പെപ്പറിന് തന്നെയാണ്. അപ്പോൾ ചേട്ടാ, അപ്പോൾ ഈ ഒരു 3 ഫ്ലേവറാണ് നമുക്കിപ്പോൾ ഉള്ളത്. അതെ. അപ്പോൾ ചേട്ടൻ ക്വാളിറ്റിയെ പറ്റി പറഞ്ഞു. അപ്പോൾ വീഡിയോ കണ്ടിട്ട് നമ്മുടെ കസ്റ്റമേഴ്സ് ആരെങ്കിലും ഇത് വാങ്ങിക്കുകയാണെങ്കിൽ അവർക്ക് എങ്ങനെ തിരിച്ചറിയാം ചേട്ടൻ പറഞ്ഞ ക്വാളിറ്റിയൊക്കെ ഇതിനുണ്ടോ ഇല്ലയോ എന്നുള്ളത്? എളുപ്പമായിട്ട് കാണിച്ചു തരാമല്ലോ. ശരി. അപ്പോൾ സുധീഷേ, നമുക്കതൊന്ന് ചെക്ക് ചെയ്താലോ? പിന്നെന്താ. ഓക്കെ. ഇത് ഞാൻ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയ 2 ടൈപ്പ് കാഷ്യൂ ഉണ്ട്. ഇത് നമ്മുടെ പ്രൊഡക്റ്റ് അല്ല? അല്ല, ഇത് ഞാൻ മാർക്കറ്റിൽ നിന്ന് മേടിച്ചതാണ്. ഒന്ന് ഇത് ഒരു 900-1000 റേഞ്ചിൽ മാർക്കറ്റിൽ വിൽക്കുന്നു. ഇത് 900 റേഞ്ച്. ഇതൊരു 700-800 രൂപ റേഞ്ചിൽ മാർക്കറ്റിൽ. ഇനി സുധീഷ് അതൊന്ന് പൊട്ടിച്ചിട്ട് ഒന്ന് കയ്യിലെടുക്കും. ധൈര്യമായിട്ട് പൊട്ടിച്ചു. സുധീഷ് ഒന്ന് നോക്കി അതിന്റെ സൈസ് എങ്ങനെയുണ്ട്? അതാണ് W180 എക്സ്പോർട്ട് ക്വാളിറ്റി കാഷ്യൂ എന്ന് പറയുന്നത്. ശരിക്കും ഇത്രയും വലിയ ഒരു ഇത് നീളത്തിലുള്ളത് ഞാൻ കണ്ടിട്ടില്ല. അത് തന്നെ മാർക്കറ്റിൽ നമുക്കിത് കിട്ടുന്നില്ല. എസ്പെഷ്യലി ഇതിന് പ്രൈസ് കുറച്ച് കൂടുതലുണ്ട് കമ്പാരിറ്റീവ്ലി ഇതായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. പക്ഷേ അത്രയും ക്വാളിറ്റി ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണ് നമുക്ക് കിട്ടുന്നത്. സുധീഷ് ഒരു കാര്യം ചെയ്ത് ഇതിൽ നിന്ന് ഒരു 2 എടുത്ത് വെച്ചിട്ട് അതിൽ നിന്ന് 1 എടുത്ത് വെക്കും, എന്നിട്ട് അതിന്റെ വലിപ്പം ഒന്ന് അറിയാലോ. ശരി. ഇപ്പം ഇതിൽ നിന്ന് 1 എടുത്തു, പിന്നെ 2 എടുക്കാം. ഇപ്പോൾ എങ്ങനെയുണ്ട്? ആനയും ആടും പോലെ ഉണ്ടല്ലോ. അതെ, ഒരു അമ്മയും കുഞ്ഞും പോലെ ഇതിന്ന് എടുത്ത് വെച്ചു. ഓക്കെ, ശരിയാണ്. ഇത് തന്നെ അതിന്റെ വ്യത്യാസം സിമ്പിളായിട്ട് മനസ്സിലായില്ലേ? സത്യം. അതെ. ഇത് ഒരു തരത്തിലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. കമ്പാരിസൺ ഇല്ല അതിന്. അത് തന്നെയാണ് നമ്മൾ പറയുന്നത്. നമുക്ക് 100% ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റുന്നതും ഇതുകൊണ്ട് തന്നെയാണ്. സുധീഷ ഒരു കാര്യം ചെയ്യും, ഇതൊന്ന് കഴിച്ചു നോക്കിയിട്ട് അതിന്റെ കൂടെ ടേസ്റ്റ് ഒന്ന് നോക്കിക്കോ. അപ്പൊ നമുക്കൊരു ഡിഫറൻസ് അറിയാം. ഇതിപ്പോ ഇത്രയും കേട്ട സ്ഥിതിക്ക് ഇത് കഴിക്കാനായിട്ടൊരു പേടിയാണ്. ഞാൻ ഇത് കഴിക്കും. ഓക്കെ, ഇത് മാർക്കറ്റിൽ നിന്ന് നിങ്ങൾ മേടിച്ച് കഴിക്കുന്നതായിരിക്കും. അപ്പൊ പിന്നെ കുഴപ്പമില്ല. കഥകൾ മൊത്തം കേട്ടപ്പോ ഒരു പേടി. ഓക്കെ. ക്രിസ്പിനെസ് എങ്ങനെയുണ്ട്? സൂപ്പർ. ശരിക്കും നമുക്ക് വ്യത്യാസം അറിയാം ഇതിന്റെ. ഇത് കഴിക്കും. ഇതിപ്പോ പ്ലെയിൻ ആണ്. അതെ. ഓക്കെ. സുധീഷ് ഇനി ഇതിൽ നിന്ന് 1 കഴിച്ചു നോക്കി. ഓക്കെ. സത്യം പറഞ്ഞാൽ ചെറിയ പേടിയുണ്ട് ചേട്ടൻ്റെ സ്റ്റോറിയൊക്കെ പറഞ്ഞു തരണം. അങ്ങനെ പേടിക്കണ്ട, നമ്മൾ സ്ഥിരം ഉപയോഗിച്ചുകൊണ്ടിരിക്കണല്ലേ എല്ലാവരും. ഫസ്റ്റ് എനിക്ക് തോന്നിയത് ആദ്യത്തെ കഴിച്ചപ്പോൾ നല്ല കറുമുറാന്നായിരുന്നു. അതെ. നമ്മളത് കഴിക്കുന്നുള്ള ഫീലിംഗ് ഉണ്ട്. പിന്നെ കറക്റ്റായി നമുക്ക് കശുവണ്ടിയുടെ ആ ഒരു ടേസ്റ്റും ഒരു ഫീലും നമുക്ക് കിട്ടിയിരുന്നു. പിന്നെ വേറെ പിന്നെ പണ്ട് വീട്ടിൽ തറവാട്ടിലേ കശുമാവ് ഉണ്ടായിരുന്നു. അപ്പം എൻ്റെ പരിപാടി കശുവും ഇത് എടുത്തുകൊണ്ട് വന്നിട്ട് ഇപ്പം അമ്മമ്മ അത് ഇട്ട് തരും. അപ്പം ആ ഒരു ഇത് നമുക്ക് കിട്ടി. അതാണ് ആ നൊസ്റ്റാൾജിയ അതിലേക്ക് പോയി. അതുണ്ടാവും, അത് വേണം നമുക്ക്.
നിങ്ങൾക്കും ഇത് കഴിച്ചു നോക്കുമ്പോൾ മനസ്സിലാവും കേട്ടോ. ഞാൻ ഇത് വെറുതെ പറഞ്ഞല്ല, നിങ്ങളിത് കഴിച്ചു നോക്കുക. അറ്റ്ലീസ്റ്റ് ഒരു പാക്കറ്റെങ്കിലും നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കുക. നിങ്ങളും ഇത് തന്നെ പറയുള്ളൂ. സുധീഷ, ഇത് നമ്മുടെ അടുത്ത ഫ്ലേവറാണ് പെപ്പർ. പെപ്പി ക്രഷ്, അതാണ് നമ്മൾ അതിന് പേരിട്ടേക്കുന്നത്. ഇതാണ് എൻ്റെ ഫേവറേറ്റ്. കൂടുതലും മൂവ്മെന്റ് ഏത് പ്രോഡക്റ്റിനാണ് കൂടുതൽ മൂവ്മെന്റ്? നമുക്ക് പ്ലെയിൻ ആണ് നല്ല മൂവ്മെന്റ് ഉള്ളത്. പിന്നെ ഫ്ലേവേർഡിൽ വരുന്നതിൽ പെപ്പറിനാണ് കൂടുതൽ. പിന്നെ നമ്മുടെ സാൾട്ടി ക്രഷ് ഉണ്ട്. ആ പെപ്പറിന്റെ ഫ്ലേവർ ശരിക്കും കിട്ടുന്നുണ്ടോ? നല്ല ഫീൽ ആയിട്ട്. സത്യം. ഇത് റോസ്റ്റ് ചെയ്യുന്നതേ എക്സ്ട്രാ ഓയിൽ ഉപയോഗിച്ചൊന്നും റോസ്റ്റ് ചെയ്യുന്നില്ല നമ്മള്. ആ കാഷ്നട്ടിലുള്ള ഓയിൽ തന്നെയാണ് അതിൽ പുറത്തേക്ക് വന്നിട്ട് അതിലേക്ക് ഈ പെപ്പറിന്റെ പൗഡർ കോട്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് വേറെ ആരോഗ്യത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നുമില്ല, ഓയിലും ഇല്ല വെളിയിൽ. അതാണ് അതിന്റെ ഒരു സ്പെഷ്യാലിറ്റി. സുധീഷ, ഇത് മറ്റൊരു ഫ്ലേവർ സോൾട്ടി. അതെ, ഇത് റോസ്റ്റഡ് ആണ്. ഇത് റോസ്റ്റഡ് ആണ്, സോൾട്ടി ഫ്ലേവർ ആണ്. ഓക്കെ. ഇപ്പോൾ കഴിച്ചോളാം. അത് കഴിച്ചോളാം. ഇപ്പൊ മറ്റേനെയും പറ്റിയല്ലോ. അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് മാറും. ശരിയാണ്. ചിലപ്പോൾ എന്റെ ഇഷ്ടമായിരിക്കാം പെപ്പർ, എനിക്ക് പെപ്പർ ഇഷ്ടമാണ്. പക്ഷെ ഇതും കൊള്ളാം ചേട്ടാ. പിന്നെ ഉണ്ടല്ലോ ഏറ്റവും ക്രൂരത, അത് അങ്ങനെ തന്നെ പറയണം. ഏറ്റവും ക്രൂരതയാണ് നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ കഷ്ടപ്പെട്ട് നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസയ്ക്ക് നമ്മൾ ഭക്ഷണം കഴിക്കണം. നമ്മൾ പൈസ കൊടുത്ത് തന്നെ വാങ്ങിക്കണം അല്ലേ? അതിൽ ഈ മായം ചേർക്കുക എന്നുള്ളത് ഏറ്റവും ക്രൂരമായിട്ടുള്ള കാര്യമാണ്. എന്താ ചേട്ടന് പറയാനുള്ളത്? അത് തന്നെയാണ്. അതായത് നമ്മൾ ഈ വക നട്ട്സും കാര്യങ്ങളൊക്കെ അത്രയും പൈസ കൊടുത്തിട്ട് മേടിക്കുന്നതാണ്. ഇത് സാധാരണ സാധനങ്ങൾ മേടിക്കുന്ന പോലെ മേടിക്കുന്നതല്ല. അത് മേടിക്കുന്നത് എന്തിനാ? നമ്മുടെ ഹെൽത്ത് ഒന്നും കൂടി നന്നാവാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അത് ഹെൽത്തിനെ നേരെ നെഗറ്റീവായിട്ട് എഫക്ട് ചെയ്യുന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നടക്കുന്നത് പലതും. ഇതിലെല്ലാം പല രീതിയിലുള്ള കെമിക്കൽസ് ഉണ്ടാവും. എല്ലാവരും ചെയ്യുന്നില്ലായിരിക്കാം. 100 പേരിൽ 10 പേര് ചെയ്താലും അതായിരിക്കും ചിലപ്പോൾ നമുക്ക് കിട്ടുന്നത്. ചേട്ടാ, അപ്പോൾ ഇനി നമുക്കിതിന്റെ വിലയിലേക്ക് കടന്നാലോ? തീർച്ചയായിട്ടും. നമുക്കിത് വരുന്നത് 3 അളവിലാണ്. ഒന്ന് 1 കിലോ, ഹാഫ് കിലോ, 250 ഗ്രാംസ് പ്ലെയിൻ ക്യാഷ്. ഫ്ലേവേർഡ് ആണെങ്കിൽ 200 ഗ്രാം, 400 ഗ്രാം, 800 ഗ്രാം. ഫ്ലേവറിൽ നമുക്ക് ചെറിയ ഗ്രാംസ് തുടങ്ങിയിട്ടുണ്ട്. അതെ, ചെറിയ ഗ്രാംസ് മീൻസ് 200, 800. പ്ലെയിൻ ആണെന്നുണ്ടെങ്കിൽ 250 സ്റ്റാർട്ട് ചെയ്യും. 250, 500, 1000 1 kg. പ്ലെയിനിന്റെ വില 1 കിലോ 1400 രൂപ. അതെ, 1/2 കിലോ ആകുമ്പോൾ 700 രൂപ. 250 ഗ്രാംസിന് 350 രൂപ. അപ്പോൾ കേട്ടതിൽ നിന്ന് പ്രൈസ് ചെറിയൊരു കൂടുതലല്ലേ എന്നൊരു തോന്നല്. അത് പ്രൈസ് നിങ്ങളെ ആമസോൺ, ഫ്ലിപ്കാർട്ടിലൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ അവിടെയൊക്കെ ഇത് കിട്ടുന്നുള്ളൂ. കടകളിൽ കിട്ടുന്നത് ഈ ക്വാളിറ്റി അല്ല, W180 എന്നുള്ള ക്വാളിറ്റി ഉള്ളതിന്റെ മാർക്കറ്റ് റേറ്റിനെക്കാട്ടും കുറച്ചാണ് നമ്മൾ കൊടുക്കുന്നത്. തീർച്ചയായിട്ടും. അത് ആർക്കും ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ ഒക്കെ പോയി കഴിഞ്ഞാൽ അത് ചെക്ക് ചെയ്ത് അറിയാൻ പറ്റും എത്ര വിലയുണ്ടെന്നുള്ളത്. അത് ഇത്രയും ഫ്രഷ് ആയിട്ടൊക്കെ ഒരിക്കലും അവിടെ നിന്ന് കിട്ടുന്ന ഒരു ഉറപ്പില്ല. ശരി, ഇത് നമ്മൾ നേരിട്ടാണ് എത്തിക്കുന്നത്. യെസ്, അതാണ് അതിന്റെ പ്രത്യേകത. ശരി, അപ്പോൾ നിങ്ങൾക്കിത് എവിടെ നിന്ന് വേണമെങ്കിലും ഓർഡർ ചെയ്യാം. കേരളത്തിൽ നിന്നാവാം, കേരളത്തിന് പുറത്താവാം, ഇന്ത്യക്ക് വെളിയിൽ നിന്നും ആവാം. അതിലൊരു കാര്യമുള്ളത്, ഇപ്പോൾ ഗൾഫിൽ നിന്നൊക്കെ വരുന്നവർ ഇവിടെ വന്നിട്ട് അവർ മേടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അതുപോലെ കേരളത്തിന് വെളിയിലുള്ള പലരും ഇവിടെ വന്ന് ഇപ്പോൾ വെക്കേഷനിൽ വരുന്നവർ പലരും മേടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അവരെല്ലാം ഹാപ്പിയാണ്. മേടിക്കുന്നവർ എല്ലാവരും ഹാപ്പി ആയിട്ട് തന്നെയാണ്. നമ്മളുടെ ഫേസ്ബുക്കിൽ കമൻറ്റ് നോക്കിയാലും എല്ലാം നമുക്കറിയാൻ പറ്റും. ഇപ്പോൾ ഒരു പ്രാവശ്യം ഇനിയിപ്പോൾ ആർക്കെങ്കിലും സാമ്പിൾ വേണമെന്ന് പറയുകയാണെങ്കിൽ എനിക്ക് അടുത്ത് എവിടെയെങ്കിലും ആണെങ്കിൽ ഞാനത് കൊണ്ടുവന്ന് തരാം, കൊണ്ടുപോയി കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇത് നിങ്ങൾ വിദേശത്തേക്ക് പോകും അല്ലെങ്കിൽ വേറെ സ്റ്റേറ്റിൽ നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങൾ ബൾക്ക് ഓർഡർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈവൻ റെയിൽവേ സ്റ്റേഷൻ പറവൂർ അടുത്താണ്, എയർപോർട്ടും അടുത്താണ്. അപ്പോൾ അദ്ദേഹം അത് എത്തിച്ചു കൊടുക്കും അല്ലേ? തീർച്ചയായിട്ടും. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നേരിട്ട് വിളിക്കാം, സംസാരിക്കാം. ഇനി അല്ലെങ്കിൽ നിങ്ങൾ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ചേട്ടൻ്റെ പേര് പറയൂ. എൻ്റെ പേര് ഗോപൻ, ഞാൻ നോർത്ത് പറവൂരാണ്. നിങ്ങൾക്ക് എന്ത് എൻക്വയറിയോ ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരം അറിയാനോ എന്നെ വിളിക്കാം, നേരിട്ട് വിളിക്കാം, വാട്സപ്പിൽ മെസ്സേജ് അയക്കാം. ക്വിക്ക് റെസ്പോൺസ് കിട്ടുന്നതാണ് നിങ്ങൾക്ക്. നമ്പർ താഴെ പോകുന്നുണ്ട്, ഞാനൊന്നുകൂടി പറയാം. 7306118741. ഇതിനെപ്പറ്റി നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ ഇദ്ദേഹത്തെ നേരിട്ട് വിളിക്കുകയോ അല്ലെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുകയോ ചെയ്യുക. ഇതുവരെ വീഡിയോ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. വ്യത്യസ്തമായ ആശയങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.